الحمد لله الذي أمرنا بالاتباع ونهانا عن الابتداع وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدًا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنك ميت وإنهم ميتون. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മുടെ നിലകൊള്ളുന്നത്. ചരിത്രത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രചാരണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസമാണെന്നും അതല്ല പ്രമാണങ്ങൾ കൂടുതൽ യോജിച്ചു നിൽക്കുന്ന, ഇന്ന് അറബി ഖുതുബകൾ നടക്കുന്ന മിമ്പറുകൾ വരെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞ മാസമാണെന്നും ചരിത്രങ്ങളിലൂടെ പറയപ്പെടുന്നു. നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം എന്നാണെന്ന കാര്യത്തിൽ വർഷത്തിലും മാസത്തിലും ദിവസത്തിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റബീഉൽ അവ്വലിലാണോ റമദാനിലാണോ റജബിലാണോ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതുപോലെ തന്നെ ദിവസത്തിന്റെ കാര്യത്തിൽ വന്നാലും അത് 8-നാണോ 10-നാണോ 11-ആണോ 12-ആണോ 17-ആണോ 18-ആണോ, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ജനിച്ച വർഷത്തിന്റെ പേരിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളെ കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞത്, അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ രീതിയിൽ കാണപ്പെടുമെങ്കിലും ജന്മദിനവുമായി ബന്ധപ്പെട്ടത്ര അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എന്നാൽ കൂടുതൽ പിന്തുണ നൽകപ്പെടുന്നതും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു ജന്മദിന ആഘോഷം വേണമെന്ന് ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് ഫാത്തിമിയാക്കളാണ്, ഷിയാക്കളാണ്. അവരിൽപ്പെട്ട മുല്ല ഉമർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് അള്ളാഹുവിന്റെ ദീനിനോട് ഇഷ്ടമുള്ളവരായിരുന്നില്ല. അള്ളാഹുവിന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും
അത് തിരിച്ചു വാങ്ങി വെച്ചതിന്റെ പേരിൽ ദൂരെ നിന്ന് അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ കഷ്ണങ്ങളാക്കി മാറ്റിയതും ആ ഫാത്തിമിയാക്കളാണ്. അപ്പോൾ അവർ ഒരു ആചാരം കൊണ്ടുവരുന്നുവെങ്കിൽ അത് ദീനിനോട് മഹബത്തുള്ള ആചാരമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഈജിപ്തിലെ വലിയ പ്രഭാഷകനാകുന്ന ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ നടത്തിയ പ്രഭാഷണങ്ങളാണ് ഇന്ന് പല പള്ളികളിലും അറബി ഖുതുബകളിൽ നമ്മുടെ കേരളത്തിൽ മിമ്പറുകളിൽ ഓതുന്ന നബാത്തിയ ഖുതുബ. ആ ഖുതുബയിൽ ഒരു വരി പോലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വൽ മാസത്തിൽ ഇല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇബ്നു നബാത്തത്തുൽ മിസ്രി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു ആഘോഷം ലോകത്തുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇന്ന് നമ്മുടെ ഈ മിമ്പർ മാത്രമല്ല, പല മിമ്പറുകളിലും ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് ഖുതുബ തുടങ്ങുന്നത് പോലും ജനങ്ങളെ കരയേണ്ട മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ മാസമാണെന്ന് പറഞ്ഞിട്ടാണ്. ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അറബി ഖുതുബയിൽ പറയുന്നുണ്ട്, വഅയ്യു തുറഫിൻ അലൈഹി മാ ജമഅ, ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തത്, വഅയ്യു നഹീബിൻ അലൈഹി മർതഫഅ, ഏത് കുന്നത കുലജാതനാണ് തലയുയർത്താൻ കഴിയുക എന്നുള്ളതാണ്. കാരണം അത്രമേൽ വേദനാജനകമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ആ പ്രവാചകന്റെ വേർപാടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ഗുണപാഠങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളും മാത്രമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങളിലെ ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വഫാത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഇബ്നു ഹിബ്ബാനും ഇബ്നു മാജയും ഉദ്ധരിക്കുന്ന ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് പറഞ്ഞ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്ക്, അയ്യുമാ അഹദും മിനൽ മുഅ്മിനീന ഉസീബ ബിമുസീബ, ഒരു ദുരന്തങ്ങൾ മുസീബത്തുകൾ നിൽക്കുന്ന ഏതൊരു മുഅ്മിനുമുണ്ടോ ഫല്യതഅസ്സ ബിമുസീബത്തിഹി ബി, അവർ എന്നെ കൊണ്ട് അവർക്ക് കടന്നു വന്ന ഒരു മുസീബത്തിനെ അവർ ഓർത്തുകൊള്ളട്ടെ എന്നുള്ളതാണ്. അത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ്. ലയുസാബ മിൻ മുസീബത്തിൻ ബഅദി അശദ്ദുൻ അലൈഹി മിൻ മുസീബത്തി, എന്റെ വാർപ്പാടിനേക്കാൾ, ഞാൻ ലോകത്തോട് വിട പറഞ്ഞതിനേക്കാൾ എന്റെ ഉമ്മത്തിന് മറ്റൊരു ദുരന്തവും കടന്നു വരാനില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞത് എത്രത്തോളം ഫഇന്നഹാ അഅ്ലമുൽ മസ്വാഇബ് എന്ന് പോലും മറ്റൊരു ഹദീസിലൂടെ കാണാം. ഏറ്റവും വലിയ ദുരന്തമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞത് എന്നാണ്. നമ്മൾ വിചാരിക്കും അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞത് ഇത്രമേൽ പ്രയാസമുള്ള ഒരു, ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനേക്കാളും പ്രണയങ്ങളെക്കാളൊക്കെ നമുക്ക് വേദനിക്കാൻ മാത്രം വകുപ്പുള്ള ഒന്നാണോ ഹബീബിന്റെ വഫാത്ത് എന്നുള്ളത്? പ്രിയമുള്ളവരെ, മഹദിയായ ഉമ്മു ഐമൻ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന ഒരു മഹദിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നമുക്ക് ഉമ്മു ഐമൻ ഒന്ന് കാണാൻ ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇടക്കിടക്ക് കാണാറുണ്ട്. മഹാനായ പ്രവാചകന്റെ ഈ രണ്ട് അനുയായികളും അവരെ കാണാനായി ചെല്ലുമ്പോ അവർ വല്ലാതെ കരയാൻ. എന്തിനാ നിങ്ങൾ കരയുന്നത്? ഇവർ വിചാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞതിന്റെ വേദന കാരണം ആ സങ്കടം കൊണ്ട് കരയായിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് യാത്ര പോയത് ഏറ്റവും ഖൈറായ ഒന്നിലേക്കല്ലയോ, ഈ ദുനിയാവിനെക്കാളും റസൂലുള്ളാഹിക്ക് ഖൈറുള്ള പരലോകത്തിലേക്കല്ലയോ? അവര് പറഞ്ഞു, എനിക്കറിയാം ഏറ്റവും ഖൈർ അവിടെ തന്നെയാണ്. അതുകൊണ്ടല്ല ഞാൻ കരഞ്ഞത്. അള്ളാന്റെ മുത്തു റസൂല് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ, അത് പരിഹരിക്കാൻ അള്ളാന്റെ മുത്തു റസൂല് നമുക്കിടയിൽ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ തമ്മിൽ പ്രയാസങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അതോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയത് എന്ന് മഹദിയായ ഉമ്മു ഐമൻ രേഖപ്പെടുത്തുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. റസൂല് വിട പറഞ്ഞു, ഇനി വഹി നിലച്ചു, നമുക്കിടയിൽ ഒരു പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനില്ല.
മുസ്ലിങ്ങൾ പോലും പരസ്പരം കോർക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രവാചകന്റെ വഫാത്താണ് വലിയ ദുരന്തമെന്ന് പറയാനുള്ള കാരണം. മറ്റൊരു ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിലൂടെ കാണാം, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി. ഇശാഇന്റെ നമസ്കാരത്തിന് പ്രവാചകൻ കടന്നു വരുമ്പോൾ സ്വഹാബത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ആരും പോയില്ലേ? അവര് പറഞ്ഞു, പ്രവാചകരെ, താങ്കളെ കാത്തിരുന്നതാണ്. ഈ സമയത്ത് അള്ളാന്റെ ഹബീബ് ആകാശത്തിലേക്കൊന്ന് നോക്കി, എന്നിട്ട് പറയുന്നുണ്ട്, അന്നുജൂമു അമനത്തുല്ലിസ്സമാ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിനുള്ള സമാധാനമാണ്. വൈദാ ദഹബത്തിൻ നുജൂമു, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഇല്ലാതായി തീർന്നാൽ അത്തസ്സമാഉ മാ യുഅദ്, ആകാശത്തിന് അല്ലാഹു എന്തൊന്ന് കരാർ ചെയ്തുവോ അത് സംഭവിക്കുമെന്നാണ്. വൈദൻ നുജൂമു ഖദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ ലോകത്തിന്റെ അവസാനാണ്. വെണ്ണുമുത്ത് റസൂല് പറഞ്ഞു, വഅസ്ഹാബീഹി അമനത്തുൽ ഉമ്മത്തി, എന്റെ സ്വഹാബത്തിന്റെ ഉമ്മത്തിനുള്ള സമാധാനമാണ്. എന്റെ സ്വഹാബത്തിന്റെ സമുദായത്തിൽ നിന്ന് ഇല്ലാതായി പോയാൽ അവർക്ക് അല്ലാഹു കരാർ ചെയ്തത് സംഭവിക്കുമെന്നാണ്. അതിനു മുമ്പ് വാന അമനത്തുൽ അസ്ഹാബി, എന്റെ സ്വഹാബത്തിനുള്ള സമാധാനം ഞാനാണ്. വൈദാ ദഹബത്തു, ഞാനെങ്ങാനും വിട പറഞ്ഞു പോയാൽ അത്താഹ അസ്ഹാബി മാ തുഅദൂൻ, സ്വഹാബ, നിങ്ങൾക്ക് അല്ലാഹു എന്തൊന്ന് കരാർ ചെയ്തുവോ അത് നിങ്ങളിലൂടെ സംജാതമാകുമെന്നാണ്. അഥവാ ഈ ഹദീസ് ഉദ്ധരിച്ചു ഷറഹ് മുസ്ലിമിൽ ഇമാം സുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഐ മിനൽ ഫിത്നി വൽ ഹുറൂബ്, ഫിത്നകൾ അധികരിക്കും, യുദ്ധങ്ങൾ അധികരിക്കും, മുസ്ലിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞാൽ അത് പ്രയാസമാണ്, അത് ദുരന്തമാണ് എന്ന് പറയാനുള്ള കാരണം. ഇനി പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോ അതിന്റെ സൂചനകൾ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് സൂചനകൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലെ ചുമതലയുമായി ഒരു യാത്രക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരുത്തി അദ്ദേഹത്തിന്റെ ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണം പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നിട്ട് മുആദിനോട് കൊടുക്കുന്ന ഉപദേശമുണ്ട്. മുആദ്, യാ മുആദ്, ഇന്നക, തീർച്ചയായും താങ്കള്, അന്നി അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഒരുപക്ഷേ ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയില്ല എന്ന് വരാം. മുആദ്, ഈ ഒരു വർഷം കഴിഞ്ഞാൽ മുആദ് ഞാനും നീയും തമ്മിൽ കണ്ടുമുട്ടി എന്ന് വരില്ല. മാത്രമല്ല, ബഅദ ആമി ഹാദാ ലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബരി, ഒരുപക്ഷെ നീ നടന്നു പോകുന്നത് എന്റെ ഈ മസ്ജിദിലൂടെ എന്റെ ഖബറിന്റെ ചാര കൂടെയായിരിക്കാമെന്ന് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ട മാത്രയിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വല്ലാതെ കരയാൻ, അതായത് ഇനി മുആദ് അടുത്ത വർഷം ഇവിടേക്ക് തിരിച്ചു വരുമ്പോ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വരില്ല. ഈ മസ്ജിദിൽ നീ നടക്കുമ്പോ എന്റെ ഖബറിന്റെ ചാരത്തുകൂടെയായിരിക്കാം നീ നടന്നു പോകുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റമദാനിന്റെ അവസാന 10 പ്രവാചകന്റെ ഹിഫ്ളുകൾ പരിശോധിക്കാറുണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്ന കൊല്ലം 2 വർഷമാണ് പ്രവാചകന്റെ ഹിഫ്ളുകൾ പരിശോധിക്കുന്നത്. റമദാനിന്റെ അവസാന 10 അള്ളാന്റെ ഹബീബ് പള്ളിയിൽ ഇഅ്തികാഫിരിക്കൽ പതിവാണ്. എന്നാൽ ലോകത്തോട് വിട പറയുന്ന കൊല്ലം 20 ദിവസം അള്ളാന്റെ മുത്ത് റസൂൽ ഇങ്ങനെ ഇഅ്തികാഫിരുന്നിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സൂറത്തുൻ നസ്റിന്റെ അവതരണം പോലും സഹാബത്ത് പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സൂചനയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറയുന്ന, അള്ളാന്റെ സഹായം വന്നാൽ, വിജയം വന്നാൽ എന്ന് പറയുന്ന സൂറത്ത് പ്രിയമുള്ളവരെ സഹാബത്തൊക്കെ സന്തോഷിക്കുമ്പോഴും ശൈഖൈനിമാർ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായിൽ നിന്ന് കാണാം അത് റസൂലിന്റെ വഫാത്തിനോട് അടുത്തു എന്നുള്ള സൂചനകൾ അവരെ സങ്കടപ്പെടുത്തുന്നുണ്ട്. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന് തഫ്സീർ നൽകുമ്പോൾ അദ്ദേഹം പറയാൻ, റസൂലുള്ളാഹിന്റെ വഫാത്തിനോടനുബന്ധിച്ചാണ് ആ സൂറത്ത് അവതീർണമായത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സൂചനകൾ അല്ലാഹുവിന്റെ ഹബീബ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ വേളയിൽ പോലും ജംറകൾക്ക് കല്ലെറിയുന്ന സന്ദർഭങ്ങളിൽ അള്ളാന്റെ ഹബീബ് സഹാബത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ നല്ലതുപോലെ ഖുദൂ അന്നി മനാസികക്കും, നല്ലതുപോലെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നോക്കി പഠിക്കണേ സഹാബ. ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ, ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഇനി ഹജ്ജ് ചെയ്തു എന്ന് വരില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സൂചനകളാൽ. ഇനി പ്രിയമുള്ളവരെ, ജീവിതത്തിലുടനീളം ലോകത്തിന്റെ ഏറ്റവും ബൃഹത്തായ മാതൃകകൾ നൽകിയ ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്ന അവസാന നിമിഷങ്ങളിലെ ഓരോ പോയിന്റിലും ലോകത്തിനുള്ള പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. വഫാത്ത് തുടങ്ങുന്നത്, രോഗം തുടങ്ങുന്നത് ഹദീസുകളിലൂടെ കാണാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഒരു മരണം നടന്നു. ഒരു സഹാബി അദ്ദേഹത്തിന്റെ ജനാസ ബഖീഇലൂടെ മറമാടി മുത്തറസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബി പറയുന്നുണ്ട്, എനിക്കെന്തൊരു തലവേദനയാണ്, ശക്തമായ തലവേദനയുണ്ട് നബിയേ എന്ന് മഹാനായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മുത്തറസൂല് പറയുന്നുണ്ട്, ആയിഷ വാറസ, എനിക്കും കഠിനമായ തലവേദനയുണ്ട് ആയിഷ, എനിക്കും നല്ല തലവേദനയുണ്ട് ആയിഷ. എന്നിട്ട് മുത്തറസൂല് പറയാണ്, ലൗമിച്ചി കബിലി, എന്റെ ആയിഷ, എന്നെക്കാൾ മുമ്പ് നീയാണ് വിട പറയുന്നത് എങ്കിൽ ഫൗസൽതുകി, നിന്നെ ഞാൻ കുളിപ്പിക്കും ആയിഷ, വകഫൻതുകി, നിന്നെ ഞാൻ കഫൻ ചെയ്യും ആയിഷ, വസല്ലൈതു അലൈക, നിന്റെ മേലെ മയ്യത്ത് ഞാൻ നിസ്കരിക്കും ആയിഷ, വദഫൻതുകി, നിന്നെ ഞാൻ മറവ് ചെയ്യും ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹയോട് നല്ല തലവേദനയാണെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എനിക്കൊന്ന് നല്ല തലവേദനയുണ്ട്. ആ തലവേദന മുത്തറസൂലിന്റെ വഫാത്തിന്റെ രോഗമാണ്. അത് ലോകത്തോട് വിട പറയാൻ ഒഴുകുന്ന രോഗമാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ, എനിക്കിന്ന് നല്ല തലവേദനയാണ്. ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അള്ളാന്റെ മുത്തറസൂല് പറഞ്ഞു, ആയിഷ, എന്നെക്കാൾ മുമ്പ് നീയാണ് വിട പറയുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ, നിന്നെ ഞാൻ കഫൻ ചെയ്യും ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നിസ്കരിക്കും ആയിഷ, നിന്നെ ഞാൻ മറവ് ചെയ്യും ആയിഷ എന്ന് ലോകത്തോട് ഏതൊരു പുരുഷനും തന്റെ സഹധർമ്മിണിയോടുള്ള കടമ എന്താണെന്ന് പഠിപ്പിച്ചു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഭാര്യ മരിച്ചാല്, ഭർത്താവ് മരിച്ചാല് തൊലാഖിന്റെ ഹുക്കുമാണെന്ന് പറയുന്ന കാലഘട്ടത്തിലും തൊടാൻ പാടില്ല എന്ന് പറയുന്ന കാലഘട്ടങ്ങളിലും ഇസ്ലാം പറയുന്നു, അല്ലട്ടോ, അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞു കൊടുത്ത പാഠമാണ്. ആ തലവേദന കൊണ്ട് തുടങ്ങിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ രോഗം പിന്നീട് ശക്തമായി കഠിനമായി പനി വരാൻ തുടങ്ങി. നല്ല പനിയാണ്. മുത്തറസൂല് വീട്ടിലാണ്. അള്ളാന്റെ ഹബീബിനെ കാണാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ പനിയെ പറ്റി പറയുന്നുണ്ട്, കഠിനമായ പനിയാണ്, ശക്തമായ പനിയാ അള്ളാന്റെ ഹബീബിന് പനിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തനബിയുടെ മുന്നിൽ വന്ന് പറയുന്നുണ്ട്, നല്ല പനിയുണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് രണ്ടാൾക്ക് പനിക്കുന്നത് പോലെ എനിക്ക് പനിക്കുന്നുണ്ട് അബ്ദുള്ള, രണ്ടാളുടെ പനിയുണ്ട് അബ്ദുള്ള. അവിടുന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദാലിക അന്നലക അജ്റൈൻ, രണ്ടാളുടെ പ്രതിഫലമുണ്ടോ നബിയേ? രണ്ടാളുടെ കൂലി കിട്ടൂലേ, രണ്ടാളുടെ പ്രതിഫലം ഉണ്ടല്ലേ റസൂലേ? അത്ര പനിയില്, രണ്ടാളുടെ പനിയില്. അതേ അബ്ദുള്ള, രണ്ടാളുടെ പ്രതിഫലമുണ്ട്. ഈ രോഗത്തിൽ ഞാനിങ്ങനെ ക്ഷമിക്കുമ്പോ അള്ളാഹു പാപമൊക്കെ പൊറിച്ചു തരും. നമുക്കുള്ള പാടാണ്. പാപങ്ങൾ അള്ളാഹു പൊറിച്ചു തരും. കമാ തഹുത്തു ശജറതു വറഖഹാ, ഒരു മരത്തിൽ നിന്ന് അതിന്റെ ഇല പൊഴിയുന്നത് പോലെ അള്ളാഹു പാപങ്ങളെ പൊറിച്ചു തരുന്നതാണ്. അള്ളാഹു പാപങ്ങളെ പൊറിച്ചു തരുന്നതാണ്. ഒരു മരത്തിൽ നിന്ന് ഇല ഇങ്ങനെ കൊഴിഞ്ഞു പോണ പോലെ നമ്മുടെ പാപങ്ങളൊക്കെ റഹ്മാനായ റബ്ബ് പൊറിച്ചു തരും. രോഗം വന്നാൽ ക്ഷമിച്ചാൽ ഒരാളുടെ പനിയല്ല, രണ്ടാളുടെ പനിയാണ്. കഠിനമായ ശക്തമായ പനിയാണ്.
അതിൽ അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്ത പാഠമാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, രണ്ടാളുടെ കൂലി ഉണ്ടല്ലേ നബിയേ? അതേ അബ്ദുള്ള, മരത്തുനിന്ന് ഇല പൊഴിയണ പോലെ പാപങ്ങൾ പുറത്തു കിട്ടാൻ. മറ്റൊരു ഹദീസിലൂടെ കാണാം, മാമിൻ മുസ്ലിമി യുസീബുഹു ആദ, ഒരു മുസ്ലിമിനെ ഏൽക്കുന്ന ഉപദ്രവമില്ല, ഹമ്മില്ല, ഹുസ്നില്ല, ദുഃഖമില്ല, മനക്ലേശമില്ല, പ്രയാസമില്ല, വേദനയില്ല, ഹത്ത ശൗഖത യുശാഖുഹ, അവന്റെ കാലിൽ തറക്കുന്നൊരു മുള്ളു പോലുമില്ല, ഇല്ല കഫറല്ലാഹു ബിഹാ ഖതായ, അല്ലാഹു അവന്റെ പാപം പുറത്തെടുത്തിട്ടല്ലാതില്ല. ഏത് രോഗം വന്നാലും അതിൽ ക്ഷമിക്കുമ്പോ അല്ലാഹു പാപം പുറത്തു തന്നിട്ടല്ലാതില്ല. അതുകൊണ്ട് ഏത് രോഗത്തിനും ക്ഷമണ്ടോ അല്ലാഹു പ്രതിഫലം നൽകുന്ന. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് വെച്ച ആ രോഗങ്ങളിലൊക്കെ ക്ഷമിച്ച്, പ്രയാസങ്ങളിലൊക്കെ ക്ഷമിച്ച് പരലോകത്ത് കടന്നു വന്ന ആളുകളില്ലേ, അവർക്ക് അല്ലാഹു വലിയ വലിയ പ്രതിഫലം ഇങ്ങനെ കൊടുക്കുന്നു. അത് കാണുമ്പോൾ അങ്ങനത്തെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടാത്ത ആളുകൾ പറയും, ഞങ്ങളുടെ പച്ചയായ ശരീരത്തിലെ കത്രിക കൊണ്ട് വെട്ടിപ്പിളർത്തുന്ന ഒരു പരീക്ഷണം ദുനിയാവിൽ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞങ്ങൾ മോഹിച്ചു പോവാണ്. കാരണം അത്രയും അല്ലാഹു ആ ക്ഷമക്ക് പ്രതിഫലം കൊടുക്കുന്ന. നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ അല്ലാഹ് ഈ രോഗത്തിൽ ക്ഷമിക്കുന്നതോടെ പുറത്തു തരും. വഫാത്തിന്റെ രോഗത്തിലും അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കാൻ, പ്രിയമുള്ളവരെ, ഓരോ ഭാര്യമാരുടെ വീട്ടിലും ഇങ്ങനെ മാറി മാറി താമസിക്കുന്ന പ്രവാചകന് പനിയും കഠിനമാകുന്നുണ്ട്. പള്ളിയിലേക്ക് വരാനായി പ്രയാസം വരികയാണ്. തന്റെ ഭാര്യമാരെ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചു ചേർക്കുകയാണ്. അതുകൊണ്ട് എന്റെ ആയിഷാന്റെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ നിങ്ങൾ എനിക്ക് ഇളവ് തരുമോ? നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ? തന്റെ ഭാര്യമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസം ഓരോ ഭാര്യമാരുടെ വീട്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് പോവാ. എന്നാലോ എല്ലാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയി സലാം പറയും. എന്നിട്ട് ആരുടെ കൂടെയാണോ താമസിക്കേണ്ടത് അവരുടെ കൂടെ പ്രവാചകൻ താമസിക്കും. എന്നാൽ അള്ളാന്റെ ഹബീബിന് ഇനി അങ്ങനെ യാത്ര ചെയ്യാൻ പ്രയാസം വരാൻ, പള്ളിയിലേക്ക് പോകാൻ പ്രയാസം വരാൻ. അതുകൊണ്ട് തൻ്റെ ഭാര്യമാരെ മുഴുവൻ വിളിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് മസ്ജിദിനോട് ചേർന്നിട്ടാൻ ഒരു ഈത്തപ്പന ഓലയുടെ തടസ്സം മാത്രമാണ് ആ മസ്ജിദും വീടും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അനുമതിയോടെ നീതി വകവെച്ചു കൊടുത്ത ലോകത്തിന്റെ പ്രവാചകൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുമ്പോൾ പറയുന്നുണ്ട്, അഹ്രിഖൂ അലയ്യ മിൻ സബ്ഇ ഖിറബ്, കെട്ടിവെച്ച 7 തോൽപാത്രങ്ങളിൽ നിന്ന് എന്റെ ശരീരത്തിലൂടെ വെള്ളമൊഴിച്ചുതാ, എന്റെ ശരീരങ്ങളിലൂടെ വെള്ളമൊഴിച്ചുതാ. കാരണം എന്താ? അള്ളാന്റെ ഹബീബിനെ നിസ്കരിക്കാൻ വേണ്ടി പോവാനാണ്, പള്ളി പോവാനാണ്. ആ 7ന്റെ ഹിക്മത്ത് എന്താണെന്ന് അല്ലാഹു അഅലം. കെട്ടിവെച്ച തോൽപാത്രത്തിലെ വെള്ളമാകുമ്പോൾ ഒരൽപ്പം തണുപ്പുണ്ടാവുമല്ലോ, അത് ശരീരത്തിൽ ഇങ്ങനെ ഒഴിച്ചു തരാൻ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നിട്ട് മുത്തുനബി പള്ളിയിലേക്ക് പോകുന്നുണ്ട്. ആ യാത്രകൾ തുടരുമ്പോൾ ഒരു മഅരിബ് വരെ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ആ മഅരിബിനെ സ്വഹാബത്തിന് ഇമാമായിട്ട് നിന്നു മുത്ത് റസൂൽ. അന്ന് വൽമുർസലാത്തി ഉർഫ എന്ന് വരുന്ന സൂറത്താണ് മഅരിബ് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്. നിസ്കാരം കഴിഞ്ഞു, വീട്ടിലേക്ക് പ്രവാചകൻ കടന്നു വന്നു. രോഗാവസ്ഥയിലാണ്, പനിയുണ്ട്, തലവേദനയുണ്ട്. ഇശായിന്റെ നേരം വന്നു. അള്ളാന്റെ ഹബീബിന് പോകാൻ കഴിയണില്ല, മുത്ത് റസൂലിന് പോകാൻ കഴിയണില്ല. ആയിഷ അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണേ ആയിഷ, അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണേ ആയിഷ. റസൂലിന്റെ ബാപ്പാക്ക് അങ്ങില്ലാത്ത മിഹ്റാബിൽ ഇമാമ നിൽക്കാൻ കഴിയില്ല നബിയേ. അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, ആയിഷ അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറ. അദ്ദേഹത്തിന്റെ കരച്ചിലുകൊണ്ട് ഖിറാഅത്ത് മഅ്മൂമിന് കേൾക്കാൻ കഴിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ സ്ത്രീകളെ പോലെ ഒഴികഴിവ് പറയുന്ന സ്ത്രീകളായി നിങ്ങൾ മാറില്ല ആയിഷ. അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറ. പ്രിയമുള്ളവരെ തേടി വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടത്തോടുകൂടെ മസ്ജിദുൻ നബിയിൽ വന്നിട്ട് പറയാ, അള്ളാന്റെ ഹബീബ് വരൂല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അന്ന് മുതൽ അടുത്തുള്ള വക്തിലെ ഇമാം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഒരൊറ്റ കാര്യം ആലോചിക്കണേ, രോഗത്തിന്റെ അവസ്ഥയിൽ അവസാനമായി ഉറക്കെ ഓതിയ മഅരിബിലും അള്ളാന്റെ ഹബീബ് ഓതിയത്
വൽ മുർസലാത്തി ഉർഫാ. 1.5 പേജോളം വരുന്ന ഖുർആനിന്റെ സൂറത്താണ്, 1.5 പേജോളം വരുന്ന സൂറത്താണ് ഇമാമായി ലോകത്തിന്റെ പ്രവാചകൻ പാരായണം ചെയ്തതെങ്കിൽ നമ്മളൊക്കെ നിസ്കാരത്തിൽ ഏറ്റവും ചെറുത് പിടിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ വഫാത്തിന്റെ രോഗത്തിലും പിന്നീട് ഹബീബ് ആ മഗ്‌രിബ് കഴിഞ്ഞ് പള്ളിക്ക് അങ്ങനെ വല്ലാതെ പോണില്ല. എന്നാൽ വിട പറയുന്നതിന്റെ 5 ദിവസം മുമ്പാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഫറിന്റെ അവസാനത്തിൽ തുടങ്ങിയ രോഗം റബീഉൽ അവ്വലിന്റെ തുടക്ക ദിവസങ്ങളിലൂടെ കടന്നുപോയി. വിട പറയുന്നതിന്റെ 5 ദിവസം മുമ്പ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അൻസാറുകളുടെ മജ്ലിസിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അവർ കരയുന്നുണ്ട്. അവര് പറഞ്ഞു, ദക്കർന മജ്ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബിന്റെ ക്ലാസ് ഓർത്തിട്ട് മജ്ലിസ് ഓർത്തിട്ട് കരഞ്ഞതാ. എത്ര ദിവസമായി റസൂലുള്ളാന്റെ ക്ലാസ് കിട്ടിയിട്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് വന്ന് വിവരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വരാം, അവരോട് അറിയിച്ചേക്ക്. ളുഹറിന് റസൂൽ പള്ളിക്ക് വരുന്നു എന്ന സന്തോഷത്തിൽ സഹാബത്ത് കാത്തിരിക്കുകയാണ്. കുറച്ച് വക്തുകൾക്ക് ശേഷം അള്ളാന്റെ ഹബീബ് കടന്നു വരികയാണ് ളുഹറിനെ. പള്ളിയിലെ സഹാബത്ത് കാത്തിരിക്കുമ്പോൾ റസൂൽ എഴുന്നേറ്റു. പക്ഷേ ബോധം പോയി റസൂലുള്ളാഹ്. ബോധരഹിതനായി താഴെ വീണു. ബോധം വരുമ്പോ ചോദിക്കും, ആയിഷ അവരെ നിസ്കരിച്ചോ? ആയിഷ ഇല്ല നബി, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാന്റെ ഹബീബ് എഴുന്നേൽക്കുന്ന ബോധരഹിതനായി താഴെ വീഴുകയാണ്. പലതവണ ബോധരഹിതനായി താഴെ വീണ പ്രവാചകന് ഫളൽ ഇബ്നു അബ്ബാസ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിലൂടെ കൈവച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിലേക്ക് നടന്നു വരുമ്പോ റസൂലുള്ളാഹിന്റെ കാല് നിലത്ത് നിന്ന് പൊന്തണില്ല. മണലിലൂടെ കാല് വലിച്ചിട്ട് 2 ചാല് പോലെ കാണപ്പെട്ടു എന്ന് സഹാബ. മിഹ്റാബിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. റസൂലുള്ളാഹിനെ കണ്ട് പുറകോട്ട് മാറാൻ ഒരുങ്ങുമ്പോ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, അവിടെ തന്നെ നിന്നോ. സഹാബ അബൂബക്കറിന്റെ ഇടതുഭാഗത്ത് തന്നെ ഒന്ന് ഇരുത്തിത്താ. മുത്ത റസൂല് ഇരുന്നു കൊണ്ട് നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹിനെ പിന്തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് സകലമാന സഹാബത്തും നിസ്കരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന റസൂലുള്ളാഹിന്റെ വിളി വരുന്നു, അയ്യുഹന്നാസ് വസബൂ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ റസൂലിലേക്ക് ചാടി വീഴുകയാണ്. ഇൽമിനുള്ള മോഹമാണ്, അറിവിനോടുള്ള അഭിലാഷമാണ്, അല്ലാഹുവിന്റെ ദീന് കേൾക്കാനുള്ള മോഹമാണ്. എത്ര ദിവസമായി റസൂലുള്ള വിളിച്ചിട്ട്, റസൂല് മിമ്പറിൽ കയറിയിട്ട് റസൂല് ഞങ്ങളോടൊന്ന് സംസാരിച്ചിട്ട്, അയ്യുഹന്നാസ് വസബൂ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ റസൂലിലേക്ക് ഇങ്ങനെ ചാടി വീണു. പ്രവാചകനിലേക്ക് അതോർക്കാൻ ലോകത്തിന് ഏറ്റവും വിലപ്പെട്ട ഉപദേശങ്ങൾ തൗഹീദിന് വേണ്ടി വിരമിക്കാനായിട്ടില്ല പ്രിയമുള്ളവരെ. മക്കയിലെ പർവ്വതത്തിന്റെ മുകളിൽ കയറി ആദ്യമായി മക്കക്കാരോട് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതൽ അറഫയുടെ മൈതാനിൽ പറഞ്ഞ തൗഹീദ് മുതൽ വഫാത്തിന്റെ രോഗത്തില് വേച്ച് പള്ളിയിലേക്ക് വന്ന് പറഞ്ഞ തൗഹീദ് മുതൽ വഫാത്തിന്റെ അവസാന നിമിഷത്തില് ചുണ്ട് ചലിക്കുന്ന അവസാന മൊമെന്റിൽ വരെ അള്ളാന്റെ വഹദാനിയത്തിന് വേണ്ടി സംസാരിച്ച അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടിട്ടൊരു കളിയില്ല. എല്ലാ നിയമങ്ങളും പഠിപ്പിച്ചു, എല്ലാ ശരീഅത്തും പറഞ്ഞു, അധാർമികതകളും ധർമ്മങ്ങളും പഠിപ്പിച്ചു, എന്ത് ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും പറഞ്ഞു. പക്ഷെ തൗഹീദ് അടിക്കടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ തൗഹീദിൽ തുടങ്ങി അൻസാറുകളോടും ഉള്ള കടമകളും അബൂബക്കർ റളിയല്ലാഹുവിന്റെ മഹത്വവും വഫാത്തിന്റെ സൂചനയും നൽകി പ്രവാചകൻ അവസാനിപ്പിക്കാൻ ഹബീബിനെ വീട്ടിൽ കൊണ്ടുപോയി കടത്തി. പ്രിയമുള്ളവരെ, ഇതൊക്കെ നടന്ന ദിവസങ്ങളാണ് ഈ റബീഉൽ അവ്വലിന്റെ ദിവസങ്ങൾ. മനസ്സിലാക്കാനും അറിയാനും ഉൾക്കൊള്ളാനും അല്ലാഹു തആല ഉമ്മത്ത് മുസ്ലിമിന് തൗഫീഖ് നൽകി അല്ലാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ റസൂലിഹിൻ നബിയിൽ കരീം وعلى آله وصحبه أجمعين. أما بعد
ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭങ്ങളിൽ അനുഭവിച്ചു പോയ പ്രയാസങ്ങളും അവിടെ ലോകത്തിന് നൽകിയ മെസ്സേജും, വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിന്ന് വന്ന് അള്ളാഹിൻ്റെ ഹബീബിന് ഒരു വിരിപ്പിൽ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. മുത്തറസൂലിന് വേദനകൾ സഹിക്കണില്ല. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദസ്തക നഫസ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദത്താൻ. മുഅവ്വിദത്തൈനി സൂറത്ത് റസൂൽ ഇങ്ങനെ വേദന കഠിനാവുമ്പോൾ കൈകളിലൂതിയിട്ട് ശരീരം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്ന, പിന്നീട് റസൂലുള്ളാഹിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാതെ വന്നു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫലമസ്തക വജഅഹുല്ലദീ തുവഫിയ ഫീഹി, അല്ലാഹുവിൻ്റെ ഹബീബിനെ വഫാത്തിൻ്റെ അവസ്ഥ വന്നപ്പോൾ, വേദന വന്നപ്പോൾ, കഴിയാതെ വന്നപ്പോൾ ഞാൻ ആ സൂറത്ത് ഓതും. എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ കയ്യിൽ ഊതിക്കൊടുക്കും. എന്നിട്ട് റസൂലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ വഅംസഹു ബിയദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തടയിപ്പിക്കും. കാരണം എന്താണ്? അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കൈയിൻ്റെ ബറക്കത്ത് ഒരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൈക്കില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ കൈ കൊണ്ട് തന്നെ കൈപിടിച്ച് ആയിഷ ബീവി ആ ശരീരം ഇങ്ങനെ തടയിപ്പിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ വേദനകൾ ഇങ്ങനെ കടിച്ചുമർത്തി. നമ്മളൊക്കെ വിചാരിച്ചു നോക്കും, മദീനയുടെ അന്നത്തെ ഭരണാധികാരി, ചരിത്രത്തിൻ്റെ പിന്തുണകളെ വെച്ച് നോക്കുമ്പോൾ റബീഉൽ അവ്വലിൻ്റെ 10ാമത്തെ ദിവസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഹബീബിൻ്റെ വീട്ടിലെ ഒരു തരി ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. 1 മണി ഗോതമ്പിൻ്റെ ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ടു പോയ പടയെങ്കിൽ ജൂതൻ്റെ കയ്യിൽ പടയപ്പെടുത്തി കിട്ടിയ ഗോതമ്പ ഇവിടെ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൊടൽമാലയിൽ ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൻ്റെ സാക്ഷ്യപത്രം. നമ്മളിന്ന് ജാഥ വിളിച്ച് മിഠായി വലിച്ചെറിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടി, അത് ഭക്ഷണ ദാനം കൊടുക്കണമെന്നും തെറ്റായിട്ടല്ല. പക്ഷേ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പേരും പറഞ്ഞു ചെയ്യുമ്പോൾ ഹബീബിനെ പഠിക്കാതെ പോകുന്നുണ്ടല്ലോ. വഫാത്താവുന്നതിൻ്റെ തലേ രാത്രിയില്ലേ ഒരു വിളക്ക് കത്തിക്കാൻ റസൂലുള്ളാഹിന്റെ വീട്ടിൽ എണ്ണ ഉണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അടുത്ത വീട്ടിൽ പോയിട്ട് എരവ് വാങ്ങിയ എണ്ണയാ റസൂലുള്ളാഹിന്റെ വീട്ടിൽ കത്തിക്കുന്നേ. നമ്മൾ ആലോചിച്ച് നോക്കി, മുമ്പ് അതുപോലത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞില്ലേ, ഇരുട്ടത്ത് തപ്പി നടക്കായിരുന്നു. അപ്പൊ സഹാബത്ത് പറയും, ഒരു വിളക്ക് കത്തിക്കായിരുന്നില്ലേ, ആ കത്തിക്കാനുള്ള എണ്ണ കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശപ്പ് ഞങ്ങൾ മാറ്റുമായിരുന്നു എന്ന് പറഞ്ഞു. വഫാത്തിന്റെ തലേ രാത്രി വെളിച്ചമില്ല, എന്നിട്ട് ആ എണ്ണ വാങ്ങി റസൂലുള്ളാഹിന്റെ വീട്ടിൽ കത്തിച്ചു വെക്കാൻ. പ്രിയമുള്ളവരെ, ഒരുപാട് നൊമ്പരങ്ങളുണ്ട്, ഒരുപാട് ത്യാഗമുണ്ട്. ആ റസൂലുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന കടിച്ചമർത്തിയത് ആയിഷ, സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ട് ആയിഷ എന്ന് പറഞ്ഞത് റബീഉൽ അവ്വൽ 12 ചരിത്രം പറയുന്നു. അല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് അരംഗം റബീഉൽ അവ്വൽ 12 സുബഹി മുതൽ എന്തായിരുന്നു മുത്ത് റസൂലുള്ളാഹിന്റെ സാഹചര്യങ്ങളെന്ന് ഇൻഷാ അല്ലാഹ്, അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് അനാചാരങ്ങൾ വന്ന വഴികളും അല്ലാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത ഖുതുബയിൽ നമുക്കത് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കി ഹക്കിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ ഖുതുബയ്ക്ക് ശേഷം നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഈ വെള്ളിയാഴ്ച സാമ്പത്തികമായി നമ്മുടെ ചെറവല്ലൂര് പണിതുകൊണ്ടിരിക്കുന്ന ഒരു മസ്ജിദിന് വേണ്ടിയുള്ള കളക്ഷൻ ഉണ്ടാകുമെന്ന്. സാമ്പത്തികമായി ഇൻഷാ അല്ലാഹ് കയ്യിലുള്ള ആളുകളും ഇനി വരുന്ന ദിവസങ്ങളിലായിട്ടും അതിനെ സഹായിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ ആ പള്ളിയിൽ ഇബാദത്ത് നടക്കണമെന്ന മോഹത്തോടുകൂടെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കാൻ, മറ്റു അനുബന്ധ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ഒരു ഭവനം നാളെ മരിച്ചു പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം എന്ന ആഗ്രഹത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊടുത്തതേ നമ്മളിൽ ഉണ്ടാവുള്ളൂ. അള്ളാഹിൻ്റെ വീടിന് വേണ്ടി, ഭവനത്തിനു വേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ ദിവസങ്ങളിൽ ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുണ്ട്. ദഅവത്തിലും പ്രവർത്തനങ്ങളിലും തോളോട് തോൾ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ ചെറുപ്പക്കാരൻ മന്നലാകുന്നിലുള്ള
ചെറുപ്പക്കാരൻ അള്ളാന്റെ വിളിക്കുത്തരം നൽകി. ആക്സിഡന്റ് മരണമാണ്. തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളുടെ സംഗമങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന നമ്മുടെ ഒരു സഹോദരിയും ആക്സിഡന്റിലൂടെ അള്ളാന്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹുവേ, മഅ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ രോഗത്തിന്റെ പ്രയാസങ്ങളിൽ കഴിയുന്നവരുണ്ടല്ല, ഈ പള്ളിക്കകച്ചു പോലുമുണ്ടല്ല. അള്ളാഹുവെ, എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي غزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.